അല്ലേ? നമുക്ക് എന്ത് വേണം, എന്തായാലും ഒരു ഭരണവർഗമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സൊസൈറ്റിയിലുള്ള ഫങ്ഷനിങ് ഒക്കെ നിന്നു പോകും. കാരണം കുറേ കോടതിയാണെങ്കിലും ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷൻ, കോടതി എല്ലാം എന്തിനാണ് ഒരു ഓർഡർ പ്രകാരമാണ് നടക്കേണ്ടത്. പക്ഷെ അതിനൊരു ഒരാളില്ലെങ്കിൽ അതെന്തായിരിക്കും? ഇറ്റ്സ് ഫങ്ഷൻ ഈസ് സ്റ്റോപ്പ് ആൻഡ് ഇറ്റ് ക്ലിയർ സ്റ്റേജ് ഓഫ് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ആൻഡ് എംപ്ലോയിഡ് production added a fourth category but defined the lineage origin system, so their conclusion made explicit. ഓക്കെ, ദെൻ ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ്ലെസ് ടു സ്റ്റേറ്റ് സൊസൈറ്റി ഇൻ ഇന്ത്യ. അങ്ങനെ മൊത്തത്തിലൊരു സോഷ്യൽ ഫങ്ഷനിങ്ങിന് വരെ ഒരു പ്രക്രിയ രൂപീകൃതമല്ലാത്ത സാഹചര്യം. കാരണം അവിടെ ഒരു ഹെഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഫങ്ഷനിങ് ഒന്നും നടക്കാതെ, പിന്നെ ഏത് സെക്ഷൻ ആണെങ്കിലും അതിനൊരു കുറവ് കാണിക്കും അല്ലേ? ഇതിനൊന്നും ഒരു ഹെഡില്ല, ഒരു സ്റ്റേറ്റ്ലെസ് ആണ്. അതെങ്ങനെ ഇനി ഇങ്ങോട്ട് ട്രാൻസിഷൻ ടു സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് മാറി എന്നതാണ് നെക്സ്റ്റ് പറയുന്നത്. ഈ ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ്ലെസ് ടു സ്റ്റേറ്റ് സൊസൈറ്റി ഇൻ ഇന്ത്യ, എങ്ങനെ അത് സ്റ്റേറ്റിലേക്ക് മാറിയത്? ദ ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി, ഇതാണ് നാഷണൽ സ്റ്റേറ്റ് ആൻഡ് നാഷണലിസം. അപ്പോൾ നേച്ചർ ഓഫ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയാണ് മിസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേച്ചർ ഓഫ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ആൻഡ് ദ happens at point when agricultural production and social relations in society reached a state where producing agricultural surplus was possible and standing army. അപ്പോൾ എങ്ങനെയാണ് അതിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കുക? ദ ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഇൻ ദ സ്റ്റേറ്റ് സൊസൈറ്റി ടേക്ക് പ്ലേസ് അറ്റ് എ particular section in Indian history. It happened to point that agricultural production and social relation in society reached a state where producing agricultural surplus. The agricultural production and social relations in society reached a stage where producing agricultural surplus was possible and a standing army could be maintained. And the period of depicted the Mahabharata, that is dated around century, to shows that a small feudal kingdom are emerging. അർത്ഥശാസ്ത്ര ഓഫ് കൗഡില്യ, നമ്മുടെ കൗഡില്യൻ എന്ന് പറയുന്ന ഒരു ആരുണ്ടായിരുന്നു, ഒരു സഞ്ചാരി, അദ്ദേഹത്തിൻ്റെ ബുക്കാണ് അർത്ഥശാസ്ത്രം. അപ്പോൾ അത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അത് എന്താണ്? മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കുന്നതാണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ അർത്ഥശാസ്ത്ര. അർത്ഥശാസ്ത്ര ഇൻ കൗഡില്യ. കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രയിലാണ് ഇതൊക്കെ ചോദിക്കുന്നത് അല്ലേ? അപ്പം ഇതിലെല്ലാം ഈ ചോദിക്കുന്നത് മീൻസ് അർത്ഥശാസ്ത്രയിലാണ് ഇങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സ്റ്റേറ്റ്ലെസ് ആയ ഗവൺമെൻറ്റും തമ്മിലുള്ള എന്ത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സ്റ്റേറ്റ്ലെസ് ഗവൺമെൻറ് ഇങ്ങനെ ആയിരുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെയാണ് നമ്മളിതെല്ലാം മനസ്സിലാക്കിയത്. And പിന്നെ one of the significant aspects of understanding the nature of state of ancient India lists when constitute elements of state, king and sovereign power, ministers, people, city, treasury, army. ഇതൊക്കെ മനസ്സിലാക്കി എപ്പോഴാണ്? ഇതിന് ശേഷമാണ്. എന്തൊക്കെയാണ് ഉള്ളത്? സ്റ്റേറ്റ്, കിങ്, രാജാവും സ്റ്റേറ്റ് തമ്മിൽ എന്താണ് ബന്ധം, ട്രഷറി എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ ഫോർട്ടിഫൈഡ് സിറ്റി എന്ന് പറഞ്ഞാൽ ആർമി, ഇതിനൊക്കെ പറ്റി മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പിന്നെ now the question of how an agricultural surplus was produced when was essential emergence in the elements of state. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ് സ്റ്റേറ്റ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, എല്ലാവർക്കും വേണമല്ലോ, നമ്മുടെ എല്ലാവർക്കും എത്തിക്കണമല്ലോ അതിൻ്റെ പ്രൊഡക്ഷൻ്റെത്. അപ്പോൾ ദെൻ ഹിസ്റ്റോറിയൻസ് ഹാവ് യൂസ് ടു അയൺ ടു റൈസ് കൾട്ടിവേഷൻ ടു സിഗ്നിഫിക്കൻറ്റ് ഇൻ ദിസ് ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ്ലെസ് ടു സ്റ്റേറ്റ് സൊസൈറ്റി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. therefore you will find that a Ganga Valley was placed by the first republics a nation developed which called Ganasangam. ഗണസംഘം എന്ന് പറയുന്ന ഗണസംഘ ആസ് എ monarchies. It was the temple of India, Magadha. This transition from pre-state emerged society word in India. All these transformation in social organization and state system was possible because increased agricultural production which provide the base of the appearance of city, state and a complex of class society. The establishment of 16 achieved agricultural surplus was nation is strengthened, and the Second World War also called the emergence of what today to recognize a nation state. അല്ലേ? അപ്പോൾ അഗ്രികൾച്ചറിലെ പ്രൊഡക്ഷനിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് കൂടുതലും സൊസൈറ്റിയെ ഒരു ഒന്നിച്ചിണക്കി
ഒരു കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ ആ ഒരു ഇത് പിന്നെ അത് എക്കണോമിക്കലി എല്ലാവരും ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ പറ്റില്ല, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ സാമ്പത്തികപരമായി എനിക്കൊരു ശക്തി വന്നു. പിന്നെ എന്ത് ചെയ്തു, ആൻഡ് പിന്നെ നാഷണൽ സ്റ്റേറ്റ് സൊസൈറ്റി കൊളോണിയൽ ഇന്ത്യ ആൻഡ് ദേ ബിഗിൻ ടു think of national state consisting of 29 state and 7 union territories. അപ്പോൾ നാഷണൽ സ്റ്റേറ്റ്സിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് പിന്നീട് വന്നത്. അതിൽ വന്നത് എന്തൊക്കെയാണ്, വി തിങ്ക് ഓഫ് എ നാഷണൽ സ്റ്റേറ്റ് കൺസിസ്റ്റ് ഓഫ് 29 സ്റ്റേറ്റ്, 29 സ്റ്റേറ്റ്സ് ആൻഡ് 7 യൂണിയൻ ടെറിട്ടറീസ്. അതിന് എത്രയുണ്ട്, 7 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ആൻഡ് ദർ ഈസ് എ ക്ലിയർലി സ്പെസിഫൈഡ് ആൻ ഇന്ത്യൻ ടെറിട്ടറി റൂൾഡ് ബൈ ഇന്ത്യൻ സ്റ്റേറ്റ്. ഇറ്റ് ഹാസ് എ ഫ്ലാഗ്, നാഷണൽ ആന്തം. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും എന്തൊക്കെ ആയി, ഓരോരുത്തർക്ക് അവനവൻ്റെ നാഷണൽ ഫ്ലാഗായി, അവനവൻ്റെ നാഷണൽ ആന്തമായി, അവനവൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഭരണഘടനയായി, codified the legal norm of rights of citizens. The territorial boundaries of India were drawn after 1947 according to the map of British conquest. അപ്പോൾ അങ്ങനെയാണ് എന്ത് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റിലേക്ക് വന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ അച്ചീവ് ബൈ ബ്രിട്ടീഷ് കൊളോണിയൽസ് വാസ് ദ ഇമ്മൻസ് ഓഫ് സ്കെയിൽ ആൻഡ് വിറ്റ്. നെക്സ്റ്റ് പോയിന്റ് ഇതിൽ പറയുന്നത് ലീഗൽ യൂണിഫിക്കേഷൻ, റോൾ ഓഫ് ബ്രിട്ടീഷ് കൊളോണിയലിസം. എന്താണ് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ റോൾ എന്താണ് നമുക്ക് നോക്കാം. എന്തായാലും നമുക്കറിയാം, എക്സ്പ്ലോയിറ്റേഷൻ, കൊളോണിയൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യൻ നാഷൻ. കൂടാതെ ബ്രിട്ടീഷുകാർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പം ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്സ് അല്ലേ, നമ്മളെ കോളനിക്കാരാക്കാതിരിക്കാൻ വേണ്ടി നമ്മളും കുറേ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഹാവ് എ വാഗ് കൺസേൺ ഇന്ത്യ വാസ് എ കൺട്രി സം 1500 years ago and their knowledge about themselves and other grew and they began to identify the cultural features and were common of them and but it was their അങ്ങനെ നമ്മുടെ കൾച്ചറൽ ഫീച്ചേഴ്സൊക്കെ തിരിച്ചു പിടിക്കാൻ എല്ലാം നമ്മളിപ്പോൾ ഇഞ്ചി, തേയില അങ്ങനെയുള്ള നമ്മുടെ അസംസ്കൃതമായിട്ടുള്ള ഭയങ്കര വില കൂടിയ പദാർത്ഥങ്ങളെല്ലാം അവർ കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു കൾച്ചർ വേണം, അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മൂവ്മെൻറ്റ്സ് ഒക്കെ തുടങ്ങി. ആൻഡ് ദിസ് കോൺസൾട്ടേഷൻ ഡൺ ബൈ കൺട്രി ലെറ്റ്സ് മാർക്ക് ദ ടേംസ് ഓഫ് പാട്രിയാർക്കി, ഹയറാർക്കി ആൻഡ് മാർജിനലൈസേഷൻ. പിന്നെ ആഫ്റ്റർ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഓഫ് ബ്രിട്ടീഷ് കൊളോണിയലിസം ഇന്ത്യൻ റൂളേഴ്സ് took place to the 1947 the consolidation of the country was carried the consciously. Many of the princely states were merged in the Indian Union. പലതരം പ്രാദേശിക സ്റ്റേറ്റുകളും ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്നു, അങ്ങനെ അതിലേക്ക് ലയിച്ച് ചേർന്നു എന്നൊക്കെ പറയുന്നു അല്ലേ. The Indian national has to be part of consultation of developing of unfair exchange election of commission. പിന്നീടാണ് സ്റ്റേറ്റിൽ വന്ന് ഇലക്ഷൻ കമ്മീഷനൊക്കെ ആരിത് സെലക്ട് ചെയ്തെടുത്തു, തെരഞ്ഞെടുപ്പ് നടത്തി, ദെൻ പാർലമെൻറ്റ് ആൻഡ് സുപ്രീം ഒക്കെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ. കാരണം ആരാണോ അത് ഇലക്ഷനായിട്ട് ജനാധിപത്യക്കായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ പ്രധാനമായും കൺസെപ്റ്റ് നാഷണൽ സ്റ്റേറ്റിൻ്റെ ഒക്കെ ഡെഫിനേഷൻ ചോദിക്കും. നാഷണൽ സ്റ്റേറ്റിൻ്റെ നാഷണാലിസത്തിൽ ദേശീയത എന്നതിലേക്ക് എങ്ങനെയാണ് പോയത്, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ, പിന്നെ എന്തുകൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്, ഹാരപ്പയിൽ നിന്നും തെളിവുകൾ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാഷണൽ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്നതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.